അപ്പോൾ നമ്മുടെ മാങ്ങ ഫുള്ളി പാക്ഡായി. ഇനി ചെറിയൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. ചെറിയൊരു രസകരമായ കാര്യമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ മാങ്ങ പഴുപ്പിക്കാൻ വെക്കുന്ന സ്ഥലം ഏതാണെന്ന് കാണിച്ചു തരാം. കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ഇത് കേട്ടോ, അല്ല കിടലിനായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് കാണിക്കാൻ ഞാൻ കേട്ടോ. കണ്ടോ, ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ശരിക്കും ട്രിവാൻഡ്രത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു പ്രത്യേക മാവിനമാണ്. അതായത് കോട്ടൂർക്കോണം എന്നൊരു മാവ്. തിരുവനന്തപുരത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ മാവിനം അധികമായിട്ട് കാണപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിലും പിന്നെ കൊല്ലം ജില്ലയിലെ ചില ഭാഗങ്ങളിലുമായിട്ടാണ്. അപ്പോൾ ഇതിന് ശരിക്കും കോട്ടൂർക്കോണം എന്ന പേരിടാനുള്ള കാരണം എന്താ വെച്ചാൽ തിരുവനന്തപുരം ജില്ലയിൽ കേരള തമിഴ്നാട് ബോർഡറിൽ കോട്ടൂർക്കോണം എന്നൊരു സ്ഥലമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പേര് കിടക്കുന്നത്. എന്നാലും നമ്മുടെ മെയിൻ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു ഇൻട്രഡക്ഷൻ പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് ശ്രീകാര്യം എന്ന സ്ഥലത്താണ്. ഇത് എൻ്റെ വീട്ടിന് അടുത്ത് തന്നെയാണ് എൻ്റെ വൈഫ് ഹൗസിലുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ വൈഫ് ഹൗസ്. അപ്പോൾ ഇവിടെ എനിക്ക് പ്രിയപ്പെട്ട പല സാധനങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം നമ്മുടെ കോട്ടൂർക്കോണം മാവ്. നമ്മുടെ വിസ്കി ഇവിടെ ഉണ്ട്, റൂബി അവിടെ കിടപ്പ്. ഇവരൊക്കെ നിങ്ങൾക്ക് നേരത്തെ പരിചയം ഉണ്ടാവും, കണ്ടല്ലോ, പല വീഡിയോസിനെ അവരെ കാണിച്ചിട്ടുണ്ട്. ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ വൈഫും കൂടെ പുറത്ത് പോയിട്ട് കുറേ മാവിനങ്ങൾ മേടിച്ചായിരുന്നു, വെറൈറ്റി മാവിനങ്ങൾ. അപ്പോൾ എൻ്റെ വീട്ടിലെ സ്ഥലപരിമിതി കാരണം ആ മാവിനങ്ങൾ നട്ടത് ഈ വീട്ടിലാണ്, വൈഫ് ഹൗസിൽ നട്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊന്നാണ് ഈ നിൽക്കുന്ന കോട്ടൂർക്കോണം മാവ്. കണ്ടോ, വളർന്ന് വലുതായി. ഒരു 15 വർഷം പഴക്കമുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇത് കാഴ്ച തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പോൾ ഇത്തവണയും ഒരുപാട് മാങ്ങയുണ്ടായി. ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഉണ്ടോ, കുറേ മാങ്ങയുണ്ട്. ഒത്തിരി മാങ്ങകളെടുത്ത് ഓൾറെഡി പഴുപ്പിച്ച് കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് മാങ്ങ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് കാണാൻ പോകുന്നത് ഈ മാങ്ങയുടെ വിളവെടുപ്പ്, പിന്നെ ഇത് പഴുപ്പിക്കുന്ന രീതി. ഞാൻ ഈ മാങ്ങ എങ്ങനെ പഴുപ്പിക്കണമെന്ന് കാണാം. പഴുത്തതിന് ശേഷം അതിൻ്റെ മാമ്പഴം കാണിക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ വിളവെടുപ്പ് ആരംഭിക്കുകയാണ്. ഈ വിളവെടുക്കുന്നതിൻ്റെ ഒപ്പം ഈ മാവിൻ്റെ മറ്റ് വിശേഷങ്ങളൂടെ ഞാൻ പറയാം കേട്ടോ. ഇതിനെ സഹായിക്കാൻ ബിച്ചു എത്തിയിട്ടുണ്ട്. പിന്നെ വിസ്കിയും റൂബിയും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ നിൽപ്പുണ്ട്, നമുക്ക് ആദ്യം ഇവിടെ എടുക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ് ഈ മാവ് ധാരാളമായിട്ട് കാണപ്പെടുന്നതെന്ന്. കോട്ടൂർക്കോണം എന്ന് ഞാൻ പറയുന്നു എങ്കിലും ഇവിടെ തന്നെ കോട്ടൂക്കോണം എന്ന പേരിലും കോട്ടുക്കോണം എന്ന പേരിലും ഇത് അറിയപ്പെടാറുണ്ട്. മറ്റു മാവിനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കോട്ടുക്കോണം വരിക്ക, കോട്ടുക്കോണം കൂഴ എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലും ഇത് കാണപ്പെടുന്നുണ്ട്. ഇതിൽ വരിക്കയ്ക്കാണ് രുചിയും വിലയും കൂടുതൽ. ഇനി രുചിയുടെ കാര്യം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നാടനും വിദേശിയുമായ ഏതൊരു മാവിനത്തിനൊപ്പമോ അതിൻ്റെ മുകളിലോ ആണ് ഇതിൻ്റെ രുചി. പിന്നെ ധാരാളം ഫൈബർ അഥവാ നാര് അടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. ഇന്നിപ്പോൾ മിക്കവാറും എല്ലാ പ്ലാന്റ് നഴ്സറികളിലും ഈ കോട്ടുകോണത്തിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തതോ ബഡ് ചെയ്തതോ ആയ തൈകൾ ലഭ്യമാണ്. ഇവ വാങ്ങി നടുകയാണെങ്കിൽ 3-ാം വർഷം മുതൽ തന്നെ വിളവ് കിട്ടിത്തുടങ്ങും. വിത്ത് മുളപ്പിച്ചും തൈകൾ നടാമെങ്കിലും അവയിൽ കായ്ഫലം കിട്ടിത്തുടങ്ങാൻ ഏകദേശം ഒരു 6-7 വർഷമെങ്കിലും വേണ്ടിവരും. അതുകൊണ്ട് നടുമ്പോൾ എപ്പോഴും ഗ്രാഫ്റ്റഡോ ബഡ് ചെയ്തതോ ആയ തൈകൾ നടാൻ നോക്കൂ കേട്ടോ. ഏതുതരം മണ്ണിലും ഇവ നന്നായി വളരുമെങ്കിലും നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് കൂടുതൽ അനുയോജ്യം. പിന്നെ മറ്റെല്ലാ മാവിനങ്ങൾക്കും വേണ്ടതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശവും ഇതിന് വളരെ അത്യാവശ്യമാണ്. ഇനി സ്ഥലപരിമിതി ഉള്ളവർക്ക് ഡ്രമ്മിലും വളർത്താൻ പറ്റിയൊരു മാവിനമാണ് കോട്ടുക്കോണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കൊട്ട മാങ്ങ എടുത്തിട്ടുണ്ടോ. യെസ്. അപ്പോൾ ഇതിന് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇതെങ്ങനെയാണ് പഴുപ്പിക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെ, ഇത്രയും മാങ്ങയായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ബാക്കി അവിടെ കൊടുത്തിട്ടുണ്ട് ഇത്രയും മാങ്ങ. അപ്പോൾ ഇത്രയും ഞങ്ങൾ പഴുപ്പിക്കാൻ പോകുന്ന കേട്ടോ. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ നനവ് കണ്ടോ, ഈ കറയുടെ ഒക്കെ നനവ് വന്നിട്ടുണ്ട് എല്ലാത്തിലും. ഈ നനവിനൊക്കെ ഒന്ന് ഒരു തുണി കൊണ്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് തണലത്ത്, നല്ല വെയിലത്തിടണ്ട, തണലത്തിട്ട് ഒന്ന് ഡ്രൈ ആവാൻ ഇട്ടിട്ട് നമുക്ക് വൈകുന്നേരം ഇത് എങ്ങനെ പഴുപ്പിക്കണം നോക്കാം. ഓക്കെ, അപ്പോൾ വെൽക്കം ബാക്ക്. നമ്മുടെ മാങ്ങ ഇന്നലെ മൊത്തം പുറത്തിട്ടിട്ട് ഇതേ ഒന്ന് നനവൊക്കെ മാറ്റി എടുത്തിട്ടുണ്ടേ. മാങ്ങയോടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ന്യൂസ് പേപ്പറല്ലേ, ന്യൂസ് പേപ്പറിൽ ഓരോ മാങ്ങയായിട്ട് ഞാൻ പൊതിയുക ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഓരോ മാങ്ങയായിട്ട് പൊതിഞ്ഞിട്ട് ഞാനൊരു ബോക്സിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണേ. ഈ കോട്ടൂർക്കോണം മാങ്ങയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നന്നായിട്ട് മുറ്റിയില്ലെങ്കിലും പഴുത്ത് കിട്ടും, ചീത്തയായി പോകില്ല. കുറച്ച് മധുരം കുറവായിരിക്കുന്നുള്ളൂ കേട്ടോ. ഇതെന്തായാലും മുറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചധികം മാങ്ങ ഒരുമിച്ച് പഴുപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓരോന്നായിട്ട് പോകുന്നതെടുക്കാൻ ബുദ്ധിമുട്ടാണ്. വെറുതെ ഇട്ടാലും പഴുത്ത് കിട്ടും കേട്ടോ. അത് കുറച്ചും കൂടെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചധികം മാങ്ങയുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലെയർ മാങ്ങ വെച്ചിട്ട് പുറത്ത് ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കുക, പിന്നെ അടുത്ത ലെയർ വയ്ക്കുക, പിന്നെ ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താലും മതി കേട്ടോ.
അപ്പോൾ ഇതുപോലെ ഇത് മൊത്തം പൊതിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മളിത് നമ്മുടെ മാങ്ങ മൊത്തം വേറെ വേറെ പേപ്പറിലായിട്ട് പൊതിഞ്ഞിട്ട് ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വയ്ക്കുന്നതിനുള്ള ഗുണം എന്താ വെച്ചാൽ ഒരു മാങ്ങ പോലും കേടാകാതെ നമുക്ക് മൊത്തം നന്നായിട്ട് തന്നെ പഴുത്ത് കിട്ടും. അപ്പോൾ ഞാനൊരു കെമിസ്ട്രി ഗ്രാജുവേറ്റ് ആണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അല്പം കെമിസ്ട്രിയും കൂടെ പറഞ്ഞുതരാം. ശരിക്കും ഈ ഫ്രൂട്ട്സിനെ പഴുപ്പിക്കാൻ സഹായിക്കുന്ന പ്ലാന്റ് ഹോർമോണാണ് എത്തിലീൻ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ നമ്മൾ ഈ പേപ്പർ കൊണ്ട് മാങ്ങ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുമ്പോൾ ഈ മാങ്ങയിൽ നിന്ന് വളരെ പെട്ടെന്ന് എത്തിലീൻ ഗ്യാസ് പുറത്തോട്ട് വന്നിട്ട് ഒരു നാച്ചുറൽ ഹോർമോണാണ് എത്തിലീൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ഹോർമോണാണ്. മാങ്ങ പെട്ടെന്ന് പഴുക്കാൻ സഹായിക്കും. അതല്ല എങ്കിൽ വേറൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മാങ്ങയൊക്കെ പറിക്കുമ്പോൾ കുറച്ച് പഴുത്ത മാങ്ങ വല്ലതും കിട്ടുകയാണെങ്കിൽ വീട്ടിൽ വേറെ പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ 1-2 പഴുത്ത മാങ്ങ ഇതിൻ്റെ കൂടെ വെക്കുകയാണെങ്കിലും അതിൽ നിന്ന് പെട്ടെന്ന് എത്തിലീൻ ഗ്യാസ് വന്നിട്ട് ഈ മാങ്ങ വളരെ പെട്ടെന്ന് പഴുക്കാൻ സഹായിക്കും. അല്പം കെമിസ്ട്രിയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് ഇതിനെ പാക്ക് ചെയ്യാൻ പോകാം കേട്ടോ. ഇതെല്ലാം പലർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് കാണിക്കാം കേട്ടോ. ഇതൊന്ന് പാക്ക് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ മാങ്ങ ഫുള്ളി പാക്ഡായി. ഇനി ചെറിയൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. ചെറിയൊരു രസകരമായ കാര്യമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ മാങ്ങ പഴുപ്പിക്കാൻ വെക്കുന്ന സ്ഥലം ഏതാണെന്ന് കാണിച്ചു തരാം. കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ഞാനിത് വെക്കുന്നത് എൻ്റെ കാറിൻ്റെ ഡിക്കിക്കുള്ളിലാണ്. കാറിങ്ങനെ എന്തായാലും 3-4 ദിവസത്തേക്ക് ഇനി ഉപയോഗമില്ല. ഞാൻ ഒരു ടൂറിലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് സേഫായിട്ടിരുന്ന് പഴുത്തോളും. എന്തായാലും 5 ദിവസം ഇങ്ങനെ ഇരിക്കട്ടെ. 5 ദിവസം കഴിഞ്ഞ് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. വേറൊരു കാര്യത്തിലൂടെ പറയട്ടെ, ഇങ്ങനെ കാറിൻ്റെ ഡിക്കിയിൽ ചക്കയോ മാങ്ങയോ പഴുപ്പിക്കാൻ വയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ. നമുക്ക് 5 ദിവസം കഴിഞ്ഞ് വീണ്ടും കാണാം. ഓക്കെ, ഹലോ, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ നമ്മുടെ മാങ്ങ എല്ലാം കൂടെ കാറിൻ്റെ ഡിക്കിയിൽ വെച്ചിട്ട് 5 ദിവസമായിട്ടോ. ഇന്നിപ്പോൾ രാത്രിയാണ്, ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായി. നമുക്ക് നോക്കാം എന്താണ് അവസ്ഥയായിട്ട്. ഞാൻ എടുത്തിട്ട് വരാം കേട്ടോ. യെസ്, നല്ല ചൂടാട്ടോ. ഒരു നനവ് പോലെയൊക്കെ കാണുന്നുണ്ടല്ലോ. ചൂടടിച്ചതിൻ്റെ ആവും. അപ്പോൾ ഇത് മെല്ലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ, എന്താ അവസ്ഥയെന്ന്. ഒരെണ്ണം തുറന്നു നോക്കട്ടെ. പഴുത്ത് തുടങ്ങുന്നു കേട്ടോ. ഇനി അധികം വെച്ചാൽ എന്താ പ്രശ്നം എന്നറിയോ, പെട്ടെന്നത് നമുക്ക് ഒത്തിരി ദിവസം വെച്ചിരിക്കാൻ പറ്റില്ല, ഒത്തിരി അങ്ങ് പഴുത്തു പോകും. അതുകൊണ്ട് ഈ സമയത്ത് എടുക്കണം നല്ലത് കേട്ടോ. അതെ കണ്ടോ, നന്നായിട്ട് തന്നെ പഴുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് പഴുത്തിട്ടുണ്ടേ. നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഇത് മൊത്തം ഒന്ന് പേപ്പർ മാറ്റിയ ശേഷം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മാങ്ങയെല്ലാം പഴുത്ത് എല്ലാം ഭംഗിയായിട്ടിരിപ്പുണ്ട് കേട്ടോ. കുറച്ചും കൂടെ പഴുക്കാനുണ്ട്. ഞാൻ പറഞ്ഞു അധികം വെക്കുകയാണെങ്കിൽ എല്ലാം ഒരുമിച്ച് പഴുത്തിട്ട് ഒരുമിച്ച് കഴിക്കാൻ പറ്റുന്ന അവസ്ഥ വരും കേട്ടോ. നമുക്ക് കുറേശ്ശെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദ്യം പഴുത്തിന് തന്നെ മാറ്റുള്ള പരിപാടി കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കേട്ടോ, നല്ല കിടിലിനായിട്ട് പഴുത്തിട്ടുണ്ട്. ഈ കോട്ടുകോണം മാങ്ങയുടെ പ്രത്യേകത വെച്ചാൽ ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ചുവന്ന നിറാവും കേട്ടോ. അതൊരു കട്ട് ചെയ്താൽ നല്ല ചുവപ്പുണ്ടാവും. ഇപ്പം ശരിക്ക് നന്നായിട്ട് പഴുക്കാത്ത കാരണം അത്രയും കളർ ഉണ്ടാവില്ല. നേരിട്ട് കട്ട് ചെയ്ത് കാണിക്കാൻ ഞാൻ കേട്ടോ. കണ്ടോ, കണ്ടെനിക്ക് അതിൻ്റെ വായിൽ വെള്ളം നിറയുന്നു കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടൂർക്കോണം മാങ്ങ. ഉറപ്പായിട്ട് ഒരെണ്ണം നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പോൾ മിക്കവാറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്കവാറും എല്ലാ നഴ്സറികളിലും, ഇപ്പോൾ പ്ലാൻ നഴ്സറികളിലൊക്കെ ഇതിൻ്റെ ഗ്രാഫ്റ്റഡും ബഡ് ചെയ്ത തൈകളും അവൈലബിൾ ആണ്. ഇവിടെ 300-400 രൂപ മുതൽ മേലോട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്പേസ് ഇല്ലെങ്കിൽ ഡ്രമ്മിലും വെക്കാവുന്നൊരു മങ്ങയാണ് കോട്ടൂർക്കോണം. എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.